ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പെട്ടി പാക്കിംഗ് സീൻസാണ്. ഞങ്ങൾ നാട്ടിൽ പോവാണ് ഫെബ്രുവരി 2 അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്സാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പാളുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യൂസഫ് അമ്പാളുവിന് ഗിഫ്റ്റ് കൊടുത്താണ്. ശങ്കു ബായ് പറയൂ, നമ്മുടെ വീടിനോട് ബായ് പറയൂ. ബായ്, നമ്മൾ നാട്ടിൽ പോവാണ്. താങ്ക് യു. ബായ് പറ ശങ്കു. ബായ്. ബായ് ബായ്. ബായ് 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 ബായ്. നമ്മുടെ കുഞ്ഞി ലിഫ്റ്റ്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ജനുവരി 31 ഞങ്ങൾ ഞങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പ്രാവശ്യം യു എയിൽ വന്ന സമയത്തും നമ്മൾ നിന്നിരുന്ന റൂമാണ്. ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് യു എയിൽ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ ഈ സെയിം റൂമിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് ആ റൂമിനോട്. എനിവേയ്സ് നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഷിബിയേട്ടൻ്റെ വീട്ടിലോട്ടാണ്. നമ്മളിനി അവിടെ നിന്നാണ് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ടാറ്റ പോവാണ്. അങ്ങനെ നമ്മൾ നിമ്മിയുടെ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോകാൻ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ മൂപ്പരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊരു പുതിയൊരു കുഞ്ഞുവാവ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പയ്യെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടും കൂടിയിട്ടുള്ളൊരു യാത്രയത്. ഇത് കണ്ടില്ലേ, എയർപോർട്ടിൻ്റെ ഒരു വാളിൽ കുറേ നെയിൽ പോളിഷുകൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൾക്കാർ കുറേയൊക്കെ അതിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പാളുവിന് വിശന്നപ്പോൾ അമ്പാളുവിന് കുറച്ച് സ്ട്രോബെറി കാര്യങ്ങളെല്ലാം കൊടുത്തു. അച്ഛനും അമ്പാളും കൂടെ അവിടെ കളിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെയ്യാന്ന് കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഒരുപാട് നേരത്തെ അലച്ചിലിന് ശേഷം നമ്മളിതാ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അപ്പം അമ്പാൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നല്ല നല്ല വികൃതിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്ക് ഇറങ്ങണം, ഒറ്റയ്ക്ക് ഓടണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മൂപ്പരുടെ കുറേ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. ആൻഡ് ഒരുപാട് ഹാപ്പിയാണ് ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞുമാവേനെ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അത് കാരണം. അങ്ങനെ നമുക്ക് കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് നടക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സമയത്തടക്കം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആട്ടോ ഇരിക്കുന്നത്. അതിനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ കയറി കുറച്ച് കഴിയുമ്പോൾ വാശി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ക്യാപ്പ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്തും ലാൻഡ് ആവുന്ന സമയത്തും ചെവിയിൽ എയർ കയറുന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി നമ്മളിതാ നാട്ടിൽ പോവുകയാണ്. ആൻഡ് ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ പ്രഗ്നൻ്റ് ആണ്. അപ്പം മൂപ്പരെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഇന്ന് ചേച്ചീനെ അഡ്മിറ്റ് ആക്കേണ്ട ദിവസമാണ്. അതായത് ഫെബ്രുവരി 2 ചേച്ചീനെ അഡ്മിറ്റ് ആക്കേണ്ട ദിവസമാണ്. അന്ന് തന്നെയാണ് നമ്മൾ രാവിലെ വളകാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എത്തിയിട്ട് വേണം എല്ലാതും പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്താൻ ലേറ്റ് ആവുമോ, അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇതിലെല്ലാം കൂടെ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോവായിരുന്നു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ചക്രം മടിയിൽ വെച്ചു. എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ നടുവേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ലാൻഡിങ്ങിൻ്റെ ഒരു വക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനും മോളും നല്ല ഉറക്കമായിരുന്നു. ആൻഡ് ഇപ്പോഴും നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിയില്ല എന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതുപോലെ തന്നെ നമ്മുടെ
ഫ്ലൈറ്റ് ലാൻഡായി. നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സേ നമ്മുടെ വീട്ടിലോട്ടുള്ളൂ. എന്നാൽ പോലും ടെൻഷനും കാര്യങ്ങളായിരുന്നു. അമ്പാളൂനാണെങ്കിൽ വിസ്തരിച്ച് കിടന്നുറങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നു പോവുകയാണ്. ഇനി ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇതാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. മോസ്റ്റ്ലി നമ്മൾ ഇങ്ങോട്ടാണ് പ്രിഫർ ചെയ്യാറ് വരാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടുന്ന് വീട് അടുത്തായതുകൊണ്ട് തന്നെ. ആൻഡ് ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. അങ്ങനെ നമ്മളിതാ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ എൻ്റെയും എൻ്റെ മോളുടെയും ചെറിയ തോന്നിവാസങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ലഗേജ് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ ലഗേജും എല്ലാം എടുത്തിട്ട് നമ്മുടെ ചന്തുമോൻ വരുന്നുണ്ട്. പാവം 2 ട്രോളി ഏറ്റിയിട്ട് വരുന്നതാണ് കേട്ടോ. കാരണം കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായില്ല. ബിക്കോസ് നമുക്ക് ലഗേജ് കുറച്ചധികം ഉള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സീനാവും. ആൻഡ് ഫൈനലി നമ്മളിതാ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു ഗായ്സ്. ഇതിലങ്ങനെ കയറ്റി വെച്ചോ. ചീപ്പോട്ടെ എടുത്തു ഹലോ നമ്മുടെ വളകാപ്പും പരിപാടിയൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉഷാറായിട്ട് നടന്നു. ആൻഡ് സോ ഹാപ്പി. ആൻഡ് ചേച്ചി അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുകയാണേ. ഇറങ്ങുന്നില്ലേ? എന്തെങ്കിലും മറന്നു വേണ്ട പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ഞാനും പോരണ്ടേ? എടാ കുട്ടി മുമ്പായിരുന്നാണ്, കുട്ടി മുമ്പായിരുന്നാണ്. അവിടെ തരും, അവിടെ തരും. അവിടെ ഒച്ചപ്പാടൊക്കെ പോയില്ലേ? എവിടെ പോയി?
പോയാ ബി പോയി. അവിടെ പോയി രണ്ടാളും അവിടെ പോയി. അങ്ങനെ അവർ രാവിലെ പോയി അഡ്മിറ്റായി. ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആസ്റ്റർ മിംസിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ ചേച്ചിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ. ഇനിയുള്ള കണ്ണൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.